ചോദ്യം ഇതാണ്, ഈ വേഗത പുതുതലമുറയുടെ മാനസിക ശക്തിയെ ബാധിക്കുന്നുണ്ടോ? ഓക്കെ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡാണ് അല്ലേ. അതായത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാം പെട്ടെന്ന് നമുക്ക് കിട്ടും. ഒരു വിരൽത്തുമ്പിൻ്റെ ഉള്ളിലാണ് എല്ലാ സാധനങ്ങളുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന വസ്ത്രം, നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കിട്ടുന്നത്. ഇത് ഒരു തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ പലപ്പോഴും ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സാധനമാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ള ഒരു സാധനം. അതായത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാതെ ഒരു സാധനം, നമുക്ക് ആവശ്യമുള്ളൊരു സാധനം ഏറ്റവും പെട്ടെന്ന് എങ്ങനെയാണോ കിട്ടുന്നത് അതാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. പെട്ടെന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനായിട്ട് അതിൻ്റെ ഒരു വിഭാഗത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുട്ടികളുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും അവർക്ക് പെട്ടെന്ന് കിട്ടുന്നു. അപ്പം അവർക്ക് ഒരു കാര്യവും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സാധനം സമാധാനത്തോടു കൂടിയിട്ട് വെയിറ്റ് ചെയ്ത് ഒരു സക്സസ് അവർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കുട്ടികൾ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരുടെയും സക്സസ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ 1 മിനിറ്റിൻ്റെ റീലും 2 മിനിറ്റിൻ്റെ റീലൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ അവർ ഇയേഴ്സോളം കുറേ വർഷങ്ങളായിട്ട് എടുത്ത സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഒറ്റ മിനിറ്റിൽ കാണുമ്പോൾ ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കുന്നത് ഇത് ഇത്ര സിമ്പിളായിരുന്നോ എന്നുള്ളൊരു സാധനമാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ അവിടെ കുറയുകയാണ്. എന്തെങ്കിലും ഒരു സാധനം എഫേർട്ട് എടുത്ത് ചെയ്യണം എന്നുള്ളൊരു സാധനം കുറയുന്നു. ഇനിയിപ്പോൾ വിവാഹ ബന്ധത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഡിവോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എഫേർട്ടുകൾ എടുക്കാതെ ഒരു സാധനം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോളജിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ പേഷ്യൻസ്, സൊബർ എന്ന് പറയുന്ന പേഷ്യൻസ് ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്, അതായത് ഒരു സാധനം അതിൻ്റെ അധ്വാനവും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് കുറേ ടൈം എടുത്ത് അച്ചീവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് അച്ചീവ് ചെയ്യണമെന്ന് ഒരാഗ്രഹിക്കുകയാണ്. അതാണ് ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇമോഷണൽ റെഗുലേഷനെ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പല സൈക്കോളജിക്കൽ ഡിസോർഡറുമായിട്ടും ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നൊരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് ADHD എന്ന് പറയുന്നത്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതിലെന്താ പറയുന്നത്, കുട്ടികൾക്ക് ഒരു സാധനം വെയിറ്റ് ചെയ്ത് അവരുടെ ടേൺ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിന്ന് അവർക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് അവർക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെയുള്ളതാണ് ഇതിൻ്റെ ചില ക്രൈറ്റീരിയാസ്. ഒരുപാടുണ്ട്, പക്ഷേ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ മേജർ ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, അതായത് ഒരാളുടെ സെൽഫ് ഇമേജ് ഉണ്ടാവും. എനിക്ക് ഇന്ന സാധനം വേണമെന്ന് ഒരാൾ മനസ്സിൽ ആഗ്രഹിക്കുകയും അവരുടെ റിയൽ ലൈഫിൽ അത് നടക്കാതെ വരികയും ചെയ്യുമ്പം അവിടെ ഒരു ഡെലിമ വരികയും അത് ഡിപ്രഷനിലോട്ടായി മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആങ്സൈറ്റി, ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ചെറിയ രീതിയിൽ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫാമിലിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു ടെക്നിക്കാണ് നമ്മൾ കുട്ടികളിൽ അപ്ലൈ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടി വന്ന് പറയുകയാണ്, ഉമ്മ എനിക്ക് ഒരു സൈക്കിൾ വേണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ മോനെ ഞാൻ നാളെ തന്നെ വാങ്ങിത്തരാം എന്ന് പറയുന്നതിന് പകരം ആ ഗ്രാറ്റിഫിക്കേഷൻ ഡിലേ ചെയ്യിപ്പിക്കുക. അതായത് അവർക്ക് കുറച്ച് ടാസ്കുകൾ കൊടുക്കുക. നീ ഇന്ന പണികളൊക്കെ ചെയ്യ്, 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത മാസം ഉപ്പൊക്കെ സാലറി കിട്ടുമ്പോൾ എന്ത് ചെയ്യാം, വാങ്ങിത്തരാം, പക്ഷെ നീ ഇന്ന ടാസ്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവരുടെ ഗ്രാറ്റിഫിക്കേഷനെ ഡിലേ ചെയ്യുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. പിന്നെ പാരൻസിൻ്റെ സ്ട്രഗിളുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുക. പാരൻസ് ഇപ്പോൾ ഒരു വീട് കെട്ടിയതായിക്കോട്ടെ, അല്ലെങ്കിൽ പാരൻസ് ഒരു ജോലി അച്ചീവ് ചെയ്തതായിക്കോട്ടെ, ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. അതിൻ്റെ പിന്നിലുള്ള സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ കുട്ടികളുമായിട്ട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുക, അത് കുട്ടികളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പൈസൻ്റെ ഒരു ഉപയോഗം അതിനെക്കുറിച്ചിട്ട് കുട്ടികളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫാമിലിയിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഇത് എന്തിനു സഹായിക്കും, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളൊരു സാധനത്തിൽ നിന്നുള്ള ഡിസോർഡേഴ്സിനെയും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്.